നിങ്ങൾ പറഞ്ഞു വരുന്നത് കൊലപാതകി ഒരു മനുഷ്യനെയല്ലെന്നാണോ? ഹലോ, ഞാൻ നിങ്ങളുടെ സജീവ് ദേവ്. ഇംഗ്ലീഷ് കഥകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനായ സ്റ്റീഫൻ പിയർമാൻ്റെ നൈറ്റ് ഔൾ എന്ന ഒരു ഡിറ്റക്റ്റീവ് കഥയുടെ മലയാള പരിഭാഷയോട് കൂടിയിട്ടുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടെ അതിനു സമ്മതിച്ച എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സ്റ്റീഫൻ പിയർമാനും, അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷും മലയാള പരിഭാഷയോടും കൂടി നിങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ എന്നെ സഹായിച്ച ആംപ്റ്റർ ഇംഗ്ലീഷ് ടീമിനും ഈ സമയത്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളിത് ഒരുപാട് പ്രാവശ്യം കാണുക, കേൾക്കുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. Night Owl by Stephen Pearmine. മറ്റൊരാൾ കൂടി. ഇത്തവണ ഒരു പുരുഷനാണ്. മാനസിക വൈകൃതമുള്ള കൊലയാളിയുടെ 5ാമത്തെ ഇര ഇപ്പോൾ അയാളാണ്. ഇപ്പോൾ രാത്രി മൂങ്ങ എന്ന് മാത്രമേ പേരുള്ളൂ. His nickname came about because he only strikes when it was dark. The city was in panic. ഇരുട്ടത്തു മാത്രം ആക്രമിക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെയൊരു ഇരട്ടപ്പേര് ലഭിക്കാൻ കാരണം. നഗരം മുഴുവൻ വിഭ്രാന്തിയിലായിരുന്നു. The mayor was struggling with what to do next. Police officers patrolled the streets, but somehow this vile killer kept getting away with it. അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ മേയർ കഷ്ടപ്പെടുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ തെരുവുകളിലൂടെ പട്രോളിംഗ് നടത്തി. പക്ഷേ എങ്ങനെയോ അധമനായ ആ കൊലയാളി പിടികൊടുക്കാതെ രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. People were instructed to stay indoors, especially after dark, to keep them safe. ആളുകളോട് വീടിൻ്റെ അകത്ത് തന്നെ താമസിക്കാൻ നിർദ്ദേശം നൽകപ്പെട്ടു, പ്രത്യേകിച്ചും ഇരുട്ട് വീണതിന് ശേഷം അവരെ സുരക്ഷിതമായി സംരക്ഷിക്കാൻ വേണ്ടി. But only time would tell if they could catch him, and to the people that lived there, the sooner the better. അവർക്ക് അയാളെ പിടിക്കാൻ കഴിയുമോ എന്ന് കാലത്തിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ എത്രയും നേരത്തെയാണെങ്കിൽ അത്രയും ഭാഗ്യം. Police officer Cummings proceeded to the room where a small meeting was taking place. ഒരു ചെറിയ യോഗം നടക്കുകയായിരുന്ന മുറിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥനായ കമ്മിങ്സ് കടന്നു ചെന്നു. The frustration he felt at not apprehending this brute yet was very annoying. ആ ജന്തുവിനെ ഇനിയും പിടിക്കാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിനുണ്ടായ നിരാശ അങ്ങേയറ്റം മാനസിക സംഘർഷമുണ്ടാക്കുന്നതായിരുന്നു. Especially on a professional level. Daniel joined the police force to bring criminals to justice. പ്രത്യേകിച്ചും തൊഴിൽപരമായ നിലയിൽ ഡാനിയൽ പോലീസ് സേനയിൽ ചേർന്നത് കുറ്റവാളികളെ നീതിയുടെ മുമ്പിൽ കൊണ്ടുവരാനാണ്. It was like this person was laughing at them. He needed to catch this bastard. ആ വ്യക്തി അവരുടെ നേരെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് പോലെയായിരുന്നു ഇത്. ആ തന്തയില്ലാത്തവനെ അയാൾക്ക് പിടിച്ചേ മതിയാകൂ. This man was dangerous. He needed to be stopped. Inside the room stood 3 men. One was his superior officer. ഈ മനുഷ്യൻ അപകടകാരിയായിരുന്നു. അയാളെ തടഞ്ഞേ പറ്റൂ. മുറിയിൽ 3 ആളുകൾ നിന്നിരുന്നു. ഒരാൾ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായിരുന്നു. 20 minutes later and the meeting was over with. Daniel turned to the man in charge once the other 2 had left, and said, "So what you're saying is, the killer isn't a man at all." 20 മിനിറ്റുകൾക്ക് ശേഷം യോഗം അവസാനിച്ചു. മറ്റു 2 പേരും വിട്ടുപോയതിനു ശേഷം ചാർജുള്ള വ്യക്തിയുടെ നേരെ ഡാനിയൽ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതായത് നിങ്ങൾ പറഞ്ഞു വരുന്നത് കൊലപാതകി ഒരു മനുഷ്യനെയല്ലെന്നാണോ?
George looked stressed, then replied, "Last night there was an eyewitness to the 5th killing, and as you've just heard, it's changed this investigation completely." ജോർജ് മാനസിക സംഘർഷമുള്ളതുപോലെ കാണപ്പെട്ടു. എന്നിട്ടും മറുപടി പറഞ്ഞു, കഴിഞ്ഞ ദിവസം രാത്രി 5ാമത്തെ കൊലയ്ക്ക് ഒരു ദൃക്സാക്ഷിയുണ്ടായിരുന്നു. ശേഷം താങ്കൾ കേട്ടതുപോലെ അന്വേഷണം പരിപൂർണമായും വഴിമാറിയിരിക്കുന്നു. Daniel didn't know what to believe now. Where does this person live, the one who saw it? എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് ഡാനിയലിന് അറിയുമായിരുന്നില്ല. അത് കണ്ടെന്ന് പറയുന്നയാൾ എവിടെയാണ് താമസിക്കുന്നത്? "I can't tell you, mate. You understand, don't you?" was all George answered, rubbing his forehead. ചങ്ങാതി, എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ? തൻ്റെ നെറ്റി തിരുമ്മിക്കൊണ്ട് അതുമാത്രമാണ് ജോർജ് മറുപടിയായി പറഞ്ഞത്. This was ridiculous, he thought. For weeks now they'd been searching for the killer, interviewing potential suspects. ഇത് പരിതാപകരമാണ്, അയാൾ കരുതി. ഇപ്പോൾ ആഴ്ചകളായി അവർ കുറ്റവാളിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുള്ളവരെ ചോദ്യം ചെയ്തുകൊണ്ട്. And now the whole investigation was up in the air, because an eyewitness saw what he perceived was an animal of some description, a big animal, far bigger than any dog. ഇപ്പോൾ മുഴുവൻ അന്വേഷണവും അവ്യക്തതയിലായി. എന്തുകൊണ്ടെന്നാൽ ദൃക്സാക്ഷി കണ്ടത് ഏതോ മൃഗമെന്ന് താൻ മനസ്സിലാക്കിയ ഒന്നിനെയായിരുന്നു. Daniel was unsure what to do now. How come no one had realized the terrible injuries were caused by a wild animal, and not by a weapon? എന്താണ് ചെയ്യേണ്ടതെന്ന് ഡാനിയലിന് ഒരു ഉറപ്പുമുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ആരും മനസ്സിലാക്കാതിരുന്നത്? ഭീകരമായ മുറിവുകൾ ഉണ്ടായത് ഒരു വന്യമൃഗത്തെ കൊണ്ടാണെന്നും ആയുധം കൊണ്ടല്ലെന്നും. George turned to him. "I've got a meeting, Daniel. I'll see you tomorrow, bright and early. And I promise you we'll get to the bottom of it." ജോർജ് അയാളുടെ നേരെ തിരിഞ്ഞു. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഡാനിയൽ. ഞാൻ നിങ്ങളെ നാളെ തന്നെ കാണാം. നല്ല ഉഷാറോടെ നാളെ തന്നെ. നാം ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കുമെന്ന് ഞാൻ വാക്കു നൽകുന്നു. He'd known George for years and respected him very much. "Yes, sir. See you tomorrow and stay safe." ജോർജിനെ അയാൾക്ക് വർഷങ്ങളായി അറിയാമായിരുന്നു. അയാളെ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ശരി സാർ, നാളെ കാണാം. സുരക്ഷിതമായിരിക്കണേ. George disappeared out of the room, leaving a disappointed Daniel to ponder on where to go from here. ജോർജ് മുറിയിൽ നിന്നും അപ്രത്യക്ഷനായി. ഇനി എങ്ങോട്ടാണ് നീങ്ങേണ്ടതെന്ന് ആലോചിച്ചു കണ്ടുപിടിക്കാൻ നിരാശനായ ഡാനിയലിനെ ഏൽപ്പിച്ചുകൊണ്ട്. Once he'd got home, Daniel had dinner with his attractive 30-something wife. Her name was Karen. They'd been married for 4 years. He loved her very much. വീട്ടിലെത്തിയതിനു ശേഷം 30 കടന്ന സുന്ദരിയായ തൻ്റെ ഭാര്യയുമൊത്ത് അയാൾ ഡിന്നർ കഴിച്ചു. കാരൻ എന്നായിരുന്നു അവളുടെ പേര്. 4 വർഷമായി അവർ വിവാഹിതരായിട്ട്. അയാൾ അവളെ അങ്ങേയറ്റം പ്രണയിച്ചു. "What's wrong?" she asked, while she looked at him with concern. എന്താ പ്രശ്നം? അവൾ ചോദിച്ചു, അയാളുടെ നേരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട്. He knew he couldn't tell her the truth, as it could get him in lots of trouble, and replied sheepishly, "I can't tell you, sweetheart. But it's to do with work. Bloody work." അവളോട് സത്യം പറയാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. അത് അയാളെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൊണ്ടുപോയി വീഴ്ത്തും. അയാൾ മടിച്ചു മറുപടി പറഞ്ഞു, ചക്കരെ, എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല. ഇത് ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. കുഴപ്പം പിടിച്ച പണിയാണ്. "I thought you loved your job. What happened?" She was right as usual. Daniel loved his job,
but the spate of horrific murders had painted a dark cloud over the city. നിങ്ങൾ നിങ്ങളുടെ ജോലിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ കരുതിയത്. എന്തു പറ്റി? എല്ലാ തവണത്തെയും പോലെ അവൾ അപ്പോഴും ശരിയാണ് പറഞ്ഞത്. ഡാനിയൽ അയാളുടെ ജോലിയെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ദാരുണമായ കൊലപാതകങ്ങളുടെ കുത്തൊഴുക്ക് നഗരത്തിൻ്റെ മേൽ ഒരു കറുത്ത മേഘത്തിൻ്റെ ചിത്രം വരച്ചു ചേർത്തു. അഥവാ നഗരം ശോകമുഖമായി. This is when he told her everything, if not he'd go insane. Later that night, as both were in bed, Daniel read his book while Karen watched Netflix on her 10-inch tablet. ആ സമയത്താണ് അയാൾ അവളോട് എല്ലാം പറഞ്ഞത്, അവന് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ. അന്ന് രാത്രി പിന്നീട് രണ്ടുപേരും കിടക്കയിലായിരിക്കെ കാരൻ തൻ്റെ 10-inch ടാബ്ലറ്റിൽ നെറ്റ്ഫ്ലിക്സ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡാനിയൽ തൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. She wore earphones so it wouldn't disturb him. After finishing the first chapter, he peered over at what she was watching. അയാളെ ശല്യപ്പെടുത്താതിരിക്കാൻ അവൾ ഇയർഫോൺ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ അധ്യായം പൂർണ്ണമാക്കിയതിനു ശേഷം അവൾ എന്താണ് കാണുന്നതെന്ന് കാണാൻ വേണ്ടി അയാളൊന്ന് പാളി നോക്കി. After 5 minutes he felt tired and turned on his side, before saying, "Good night, sweetheart. Early start tomorrow." 5 മിനിറ്റിന് ശേഷം അയാൾക്ക് ക്ഷീണം തോന്നി. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഹാർട്ട്, നാളെ അതിരാവിലെ തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഉറങ്ങാനായി ചെരിഞ്ഞു കിടന്നു. Karen removed the earphones a few minutes later, then placed the tablet on the wooden cabinet beside the bed. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം കാരൻ തൻ്റെ ഇയർഫോണുകൾ ഊരിമാറ്റി. കിടക്കക്കരികിലുള്ള മരത്തിൻ്റെ ചെറുമേശയിൽ ടാബ്ലറ്റ് വെച്ചു. Daniel was still awake. These days he had trouble sleeping. Maybe it was caused by stress? Then he felt her hand on his shoulder. "What's wrong?" he asked, turning to face her. ഡാനിയൽ അപ്പോഴും ഉണർന്നു കിടക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ അയാൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇത് സ്ട്രെസ് കൊണ്ട് ഉണ്ടായതായിരിക്കുമോ? അപ്പോൾ അയാൾ തൻ്റെ തോളത്ത് അവളുടെ കരസ്പർശം അനുഭവിച്ചു. എന്താണ് പ്രശ്നം? അവളുടെ നേരെ മുഖം തിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. "This will sound silly, but stay with me on this one. Do you promise?" What was she talking about? ഇത് തമാശയായി തോന്നിയേക്കും, പക്ഷേ ഈ കാര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കൂ. നിങ്ങൾ വാക്ക് തരുമോ? അവൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? "Yeah, sure, sweetheart. Carry on," was all he answered, giving her a smile. അതിനെന്താ ചക്കരെ, തീർച്ചയായും തുടർന്നോളൂ. അവൾക്കൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് അതുമാത്രമാണ് അയാൾ മറുപടി പറഞ്ഞത്. "I know you take your job seriously, so with what I'm just about to say, please don't be angry. I'm only trying to help. Do you promise not to get angry?" നിങ്ങൾ നിങ്ങളുടെ ജോലി ഗൗരവമായി എടുക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോകുന്നത് കേട്ടിട്ട് എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ സഹായിക്കാൻ ശ്രമിക്കുന്നുവെന്നേയുള്ളൂ. ദേഷ്യപ്പെടില്ല എന്ന് എനിക്ക് വാക്ക് തരുമോ? "I promise, Karen. Please tell me." She kissed him on the lips, then said, "Maybe it's an animal that has escaped from a zoo somewhere. I mean, that would make sense, wouldn't it?" കാരൻ, ഞാൻ വാക്ക് തരുന്നു. എന്നോട് പറഞ്ഞോളൂ. അവൾ അയാളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരുപക്ഷേ അത് എവിടെയെങ്കിലുമുള്ള മൃഗശാലയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മൃഗമാണെങ്കിലോ? അതിലൊരു കാര്യമുണ്ടാകില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. She noticed him giving it some thought. If you look at it rationally, that's the only thing that makes sense. താൻ പറഞ്ഞതിനെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. യുക്തിപരമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ആ പറഞ്ഞതിലല്ലേ കാര്യമുള്ളൂ. Daniel kissed her on the forehead and replied, "Yes, I agree. Tomorrow I'll check all the zoos in the area,
just in case a wild animal has escaped. I love you. ഡാനിയൽ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. നാളെ ഈ ഏരിയയിലുള്ള എല്ലാ മൃഗശാലകളും ഞാൻ പരിശോധിക്കാം. ഏതെങ്കിലും വന്യമൃഗം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലോ? I love you. And I love you too. I want to first start off by saying